മക്കളെ വളരെ കാലം കേടുകൂടാതെ വെച്ചിരുന്ന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇന്നൊരു ഇഞ്ചി അച്ചാർ തയ്യാറാക്കിയിരിക്കുകയാണ്. 1 കിലോ ഇഞ്ചിയാണ് അതിനെടുത്തിരിക്കുന്നത് കേട്ടോ. ഗൾഫിൽ കൊണ്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടം സ്ലൈസ് ചെയ്ത് കട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് തയ്യാറാക്കുന്നത്, വറുത്തെടുക്കുന്നു. അപ്പോൾ നല്ലെണ്ണയ്ക്കകത്ത് ഒരു 1/2 കിലോ എണ്ണ ഒഴിച്ച് എല്ലാം ഇട്ട് ഒരേ രീതിയിൽ ഒന്നിച്ച് മൂപ്പിച്ചെടുക്കാനാണ്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമ്മളത് വറുത്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല ക്രിസ്പി ക്രഞ്ചിയായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല കിലുകില കേൾക്കണം. പിന്നെ അതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് മൂക്കണം. അപ്പോൾ ആ എണ്ണ തന്നെ നമ്മൾ അരിച്ച് വേറെ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മൾ അച്ചാർ വെക്കാനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുകിട്ടു. ഒരു 5-6 ചെറിയ ഉള്ളി മതി. നമ്മൾ ഒത്തിരി നാൾ വെച്ചേക്കണ്ടല്ലേ. 5-6 ചെറിയ ഉള്ളി, ഒരു 5-6 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി ആ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിക്കകത്ത് കേട്ടോ. തരിതരിപ്പോട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളൊരു 3.5 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ 3 ടീസ്പൂണാണേ. അപ്പോൾ നമ്മളിതിനകത്ത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പിന്നെ പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിഴുപുളി. അതും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കും ഇതിന് കേട്ടോ. ഇഞ്ചിക്ക് വെള്ളം വേണമല്ലോ. പിന്നെ എണ്ണയ്ക്കകത്ത് പൊങ്ങി നിൽക്കുന്ന ആയതുകൊണ്ട്, എണ്ണ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കേടാവത്തില്ല. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട്, ഉലുവാപ്പൊടി ആദ്യം ചേർക്കരുത്, 1 ടീസ്പൂൺ മതി. എണ്ണ എല്ലാം തെളിഞ്ഞു. ഈ സമയത്ത് നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ ശർക്കരയും ചേർക്കുന്നുണ്ട്. നല്ല എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡിയായി മക്കളെ. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കും.